എൻ്റെ അടുത്തിരിക്കുന്ന ആളോ മക്കളോ അപ്പനോ അമ്മയോ ഒന്നും ചെയ്യുന്നതല്ല, അത് ഞാൻ തന്നെ ചെയ്യേണ്ട ഒന്നാണ്. അതെന്താണ്? പിൻപിലുള്ളതിനെ മറക്കുക. പാസ്റ്റിൽ ജീവിക്കാതിരിക്കുക. മുൻപിലുള്ളതിനെ ആയുക. എൻ്റെ മുൻപിൽ ദൈവം ചിലത് വെച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തിൽ മുന്നിലേക്ക് കുതിക്കുക. പിൻപിലുള്ളതിനെ മറക്കുക. ദൈവം എന്നെ വിളിച്ച ആ ഹെവൻലി കോളിങ്ങിൻ്റെ, ആ ഹൈ കോളിങ്ങിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ ഞാൻ മുന്നോട്ട് ഓടുക. അടുത്തിരിക്കുന്ന ആളോട് പറയുക, മുന്നോട്ട് ഓടുക. മുന്നോട്ട് ഓടുക. ഇന്ന് ഇതിൽ വന്നവർ പലരും ബസ്സിൽ വന്നവരുണ്ട്, കാറിൽ വന്നവരുണ്ട്, ഓട്ടോറിക്ഷയിൽ വന്നവരുണ്ട്, ബൈക്കിൽ വന്നവരുണ്ട്, നടന്നു വന്നവരുമുണ്ട്. പക്ഷേ നിങ്ങൾ വന്ന നിങ്ങളുടെ കാറിനും നിങ്ങൾ വന്ന നിങ്ങളുടെ വാനിനുമൊക്കെ റിവേഴ്സ് ഗിയർ ഉണ്ട്. റിവേഴ്സ് ഗിയർ ഇല്ലാത്ത ഒരു കാറും ഇല്ല. പക്ഷെ യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമരക്കാരനായി നിങ്ങളെ വെച്ചോണ്ട് ഓടിക്കുന്ന വാഹനത്തിൽ യേശു ഡ്രൈവ് ചെയ്യുന്ന, നിങ്ങളുടെ ലൈഫ് ആരാണ് ഡ്രൈവ് ചെയ്യുന്നത്? യേശുവാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ യേശു ഓടിക്കുന്ന വണ്ടിക്കൊരു പ്രശ്നമുണ്ട്, അതിന് റിവേഴ്സ് ഗിയർ ഇല്ല. ഈ സാധനം പുറകോട്ട് പോകത്തേ ഇല്ല, ഇതും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും പുറകോട്ട് പോയി കാര്യങ്ങൾ ചകഞ്ഞെടുത്ത് പുറകിലേക്ക് പോയി ജീവിച്ച് പുറകിലേക്ക് പോയി ചിന്തിച്ച് പിന്നാമ്പുറങ്ങളിലെ കഥകൾ അന്വേഷിച്ച് അന്ന് അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ, അന്ന് കുറച്ചുകൂടെ ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ, അന്ന് കുറച്ചുകൂടെ പരിജ്ഞാനത്തോടെ നിന്നിരുന്നെങ്കിൽ, അന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അന്ന് അങ്ങനെ ഞാൻ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, അന്ന് ഞാൻ അതനുസരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ച് നിന്റെ പാസ്റ്റിൽ, നിന്റെ പഴയ കാര്യങ്ങളിൽ പിടിച്ച് നീ പുറകിൽ പോയി നിൽക്കാനല്ല കർത്താവ് പറയുന്നത്. പിൻപിലുള്ളതിനെ നീ വിട്ടുകളയുക, അതിനെ മറന്നു കളയുക. നിന്റെ മുൻപിൽ ഒരു വിരുദുണ്ട്, നിന്റെ മുമ്പിൽ ഒരു വിജയമുണ്ട്, നിന്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. അതിലേക്ക് നീ ഓടുക. ഓടുക, നടക്കുകയല്ല, ഓടുക. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈസി വാക്കിംഗ്, ഈസി ഗോയിങ്, ലേസി വാക്കിംഗ് ക്രിസ്തീയ ജീവിതത്തിൽ ഇല്ല. ഓൺലി റണ്ണിങ്, ഓൺലി റണ്ണിങ്. ഇത് അലസന്മാർക്കുള്ളതല്ല, ഇത് മടിയന്മാർക്കുള്ളതല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിങ്ങനെ ആക്റ്റീവായി നിൽക്കുന്ന, ഒന്നിനെ വകവയ്ക്കാതെ, ഒരു പൈശാചിക മണ്ഡലത്തെ കൂസാതെ, ഒന്നിന്റെ മുമ്പിലും തോറ്റുകൊടുക്കാതെ, ഒന്നിലും ഗിവപ്പ് ചെയ്യാതെ, ഒന്നിലും പരാജയം സമ്മതിക്കാതെ മുന്നോട്ടോടുന്ന ഒരു കൂട്ടത്തെ നോക്കി കർത്താവ് പറയുകയാണ്. അതിനുവേണ്ടി പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയർ 3:14 പോൾ പറഞ്ഞത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്നാലേ മുൻപിലുള്ളതിനെ ആഞ്ഞാലേ എനിക്ക് ലാക്കിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ഓടാനും എത്താനും പറ്റൂ എന്ന് പറയുന്ന പൗലോസ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 4 മുതൽ ഉള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ, സന്തോഷിക്കുവീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. Do not be anxious to anything. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. അടുത്തിരിക്കുന്ന ആളോട് പറയുക, അറിയിക്കേണ്ടവനെ വിവരം അറിയിക്കുക. ഭാര്യയും ഭർത്താവും കൂടെ വഴക്കടിക്കാതെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർഗ്യുമെന്റേഷനിലോട്ട് പോകാതെ, അത് കൊച്ചിങ്ങടെ മേളിൽ തീർക്കാതെ, അത് സഭാ ഹോളിനകത്ത് വന്നിങ്ങനെ മുഖവും വീർപ്പിച്ചിരിക്കാതെ, അറിയിക്കേണ്ടവനെ വിവരം അറിയിക്കുക.
അത് നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവ സമാധാനം വെളിപ്പെട്ടു വരും. പ്രശ്നമുണ്ടോ? ഉണ്ട്. സാധാ പ്രശ്നമാണോ? അല്ല. ഭയങ്കര മാനസിക സമ്മർദ്ദങ്ങളുണ്ടോ? സ്ട്രെസ് ഉണ്ടോ? ഉണ്ട്. ഇത്രയും സ്ട്രെസ് ഉണ്ടായിട്ടും, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും, ചുറ്റും ഇത്രയും പ്രോബ്ലത്തിലൂടെ നിങ്ങൾ പോയിട്ടും, why you are enjoying? നിങ്ങൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നു? നിങ്ങൾക്ക് എങ്ങനെ കൈയടിക്കാൻ പറ്റുന്നു? നിങ്ങൾക്ക് എങ്ങനെ ആരാധിക്കാൻ കഴിയുന്നു? കാരണം എനിക്ക് പ്രശ്നമില്ലെന്നല്ല, എനിക്ക് വെല്ലുവിളിയില്ലെന്നല്ല, എൻ്റെ മുമ്പിൽ ഒത്തിരി പ്രതിസന്ധികളില്ലെന്നല്ല, എന്നാൽ എവിടെ നിന്നോ, എനിക്കത് പറയാൻ അറിയില്ല, എവിടെ നിന്നോ ഞാൻ അനുഭവിക്കുന്ന ഒരു കംഫർട്ടുണ്ട്, ഒരു സമാധാനമുണ്ട്. ഞാൻ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനിലൂടെ, ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലത്തിലൂടെ വേറൊരു വ്യക്തി പോയാൽ ഒരു പക്ഷേ അവൻ അതിലൂടെ പോകാൻ പറ്റത്തില്ല, അവനത് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല, അവൻ എത്തുകയില്ല, അവൻ ഡൗൺ ആയി പോവും. പക്ഷെ സ്റ്റിൽ ടുഡേ, ഇപ്പോഴും എനിക്ക് ഒരു പ്രശ്നമില്ലാത്ത പോലെ എന്നെ കണ്ട ആൾക്കാർ എന്നോട് കടം ചോദിക്കുന്ന രീതിയിൽ വളരെ ഗ്ലാഡായി, വളരെ സന്തോഷത്തോടെ, ആനന്ദത്തോടെ ഞാൻ നിൽക്കുന്നതിന്റെ കാരണം എന്റെ ബുദ്ധിയെ ജയിക്കുന്ന, എന്റെ ബുദ്ധിയെ ഓവർകം ചെയ്യുന്ന ഒരു പീസ് ഓഫ് മൈൻഡ്, ഒരു സമാധാനമുള്ള മനസ്സ് കർത്താവ് എനിക്ക് എവിടുന്നോ തരുന്നു. ആരോ എന്റെ ഹൃദയത്തിൽ പറയുന്നു എല്ലാം ശരിയാവും, ആരോ എന്റെ മനസ്സിൽ പറയുന്നു ഈ അവസ്ഥയിൽ നീ തുടരത്തില്ല. എവിടുന്നോ എനിക്കൊരു ബലം കിട്ടുന്നുണ്ട്, ഇന്ന് ഞാൻ കണ്ട മിസ്രൈമിനെ അധികം നാൾ ഞാൻ കാണേണ്ടി വരത്തില്ല. ഈ ഒരു ശബ്ദം ആരെങ്കിലും ഇവിടെ കേൾക്കുന്നെങ്കിൽ അവർക്ക് പ്രശ്നമില്ലെന്നല്ല, പ്രശ്നമുണ്ട്. അവർക്ക് വെല്ലുവിളിയില്ലെന്നല്ല, വെല്ലുവിളിയുണ്ട്. അവർക്ക് പ്രതികൂലമില്ലെന്നല്ല, പ്രതികൂലമുണ്ട്. പക്ഷെ അതിന്റെ നടുവിലും എനിക്കൊരു ജയമുണ്ട് എന്നുള്ള ഉറപ്പ് അകത്ത് ലഭിക്കുന്നെങ്കിൽ that is from the Lord. അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അത് കർത്താവിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ഫൈറ്റിംഗ് അനുഭവിക്കുന്ന എവിടാന്ന് അറിയാമോ? ഇന്നത്തെ മെസ്സേജ് ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പോരാട്ടം അനുഭവിക്കുന്ന എവിടാന്നറിയാമോ? ഡ്രീമിലല്ല, സ്വപ്നം കണ്ടു ഏതാണ്ട് കറുത്ത തുണിയിട്ട് ആരാണ്ട് വരുന്ന സ്വപ്നം കണ്ടതിലല്ല. ഏറ്റവും കൂടുതൽ ഫൈറ്റിംഗ് നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ മൈൻഡിലാണ്. എപ്പോഴും സാത്താൻ പോരാടുന്നത് നിങ്ങളുടെ ചിന്തകളോടാണ്. പ്രശസ്തയായ സുവിശേഷക ജോയ്സ് മേയർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, യുവർ മൈൻഡ് ഈസ് ദ ബാറ്റിൽ ഫീൽഡ്. നിങ്ങളുടെ മനസ്സ് ഒരു യുദ്ധഭൂമിയാണ്. ആ മനസ്സിനെ പരിശുദ്ധാത്മാവിന് ലഭിക്കുമ്പോഴാണ്, നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ ജയിക്കുന്നതായ ഒരു ദൈവ സമാധാനം നിങ്ങളിൽ കവിയുമ്പോഴാണ് നിങ്ങൾ ഓവർകമേഴ്സ് ആകുന്നത്, എന്ന് പറഞ്ഞാൽ അതിജീവിക്കുന്നവരാകുന്നത്. താങ്ക് യു ജീസസ്. ഇതിനകത്ത് അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങൾ നിങ്ങൾ വായിച്ചേ. താൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എഴുതുമ്പോഴും, താൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എഴുതുമ്പോഴും, താൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം എഴുതുമ്പോഴും, താൻ ഫിലോമോൻ എഴുതിയ ലേഖനം എഴുതുമ്പോഴും ഒക്കെ പൗലോസ് എവിടെയായിരുന്നു? റോമിലെ ജയിലിലായിരുന്നു. ചില നാളുകൾക്ക് മുമ്പ് എൽഷദായിയുടെ ഒരു പ്രയർ മീറ്റിംഗിന് ഞാനും എൻ്റെ സഹോദരൻ പാസ്റ്റർ ടിബിയും റോമിലേക്ക് പോയി. അവിടെ വെച്ചാണ് പാസ്റ്റർ ബെനിഹിൻ ശുശ്രൂഷിച്ച റീനയിൽ ഒന്നിച്ച് ശുശ്രൂഷിക്കാനും ആ ബന്ധങ്ങളൊക്കെ അന്ന് ഒത്തിരി ശക്തമാകാനും ഒക്കെ ഇടയാകാൻ ദൈവം ഒരുക്കിയ മീറ്റിങ്ങുകളായിരുന്നു അതൊക്കെ. പക്ഷേ 2 ദിവസം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടെ റോമിൽ പൗലോസ് അപ്പോസ്തലൻ കിടന്ന ജയിലും
പുള്ളിയുടെ ശിരച്ഛേദനം നടന്ന സ്ഥലവും പത്രോസിനെ തലകീഴായി ക്രൂശിച്ച ഇടവും ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ കടന്നുപോയി. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം എന്നൊക്കെ പറയുന്നത് അതിശക്തമാ, ഭയങ്കരമാ. അതുപോലെയുള്ള ലെറ്ററുകൾ വളരെ വിരളമാണ്. ബാറ്റിൽ ഫീൽഡിനെ കുറിച്ച്, ആത്മീയ യുദ്ധത്തെ കുറിച്ച് എഫേസ്യർ 6 പ്രഖ്യാപിക്കുന്നത് പോലെ വേറൊരു പുസ്തകങ്ങളും പ്രഖ്യാപിക്കുന്നില്ല. ഒടുവിൽ കർത്താവിലും അവൻ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. സാത്താന്യ മണ്ഡലങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ, കംപ്ലീറ്റ് ആർമർ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. പക്ഷെ ഇതെല്ലാം പൗലോസ് എവിടെ കിടന്ന് എഴുതുന്നതെന്നറിയോ? ജയിലിൽ. ആ ജയിലിനകത്ത് ഇന്ന് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അവരതിൻ്റെ വഴികളും അതിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഒത്തിരി മനോഹരമാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ റിയൽ പിക്ചർ, പൗലോസിനെ ധരിപ്പിച്ചിരുന്ന ചെങ്ങല ആ പള്ളിക്കകത്ത് അവർ ഗ്ലാസിനകത്ത്, കണ്ണാടി പെട്ടിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ജയിലിന്റെ യഥാർത്ഥ പിക്ചർ അവിടെ ഉണ്ട്. ഒരു മനുഷ്യന് നേരെ നിൽക്കാൻ പറ്റാത്ത ഒരു ചെറിയ ഗുഹയാണത്. അതിനൊരു വാതിൽ, ഒരു ഇരുമ്പ് വാതിലുണ്ടെന്നേ ഉള്ളൂ. അതിന് തൊട്ടു മുകളിൽ ഈ ലൈറ്റിനേക്കായാലും ചെറിയ ഒരു സുഷിരം, ഒരു ഹോളുണ്ട്. അങ്ങനെ 1-2 ഉണ്ട്. അതിനകത്തൂടെ വെളിച്ചം ഇങ്ങനെ എരച്ച് താഴോട്ടിറങ്ങും. പുസ്തക തുകൽ ചുരുളെടുത്ത് താന് ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനവും, എഫേസ്യർക്ക് എഴുതിയ ലേഖനവും, ഫിലോമോൻ എഴുതിയ ലേഖനവും, കൊലോസ്യർക്ക് എഴുതിയ ലേഖനവും ഒക്കെ ആ ജയിലിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നേ. ഒരു കല്ലിനകത്ത് കൈ ഇങ്ങനെ വെച്ച് പൗലോസ് എഴുതുക. നൂന്ന് നിൽക്കാൻ പറ്റാത്തടത്ത്, നേരെ നിൽക്കാൻ പറ്റാത്തടത്ത് നിന്നുകൊണ്ട് വർഷങ്ങളായി, മാസങ്ങളായി ജയിലിൽ കിടക്കുന്ന, സുവിശേഷത്തിന് വേണ്ടി ജയിലിൽ കിടക്കുന്ന ആ പുരുഷൻ, ആ ദൈവ മനുഷ്യൻ, ആ അപ്പോസ്തലൻ എഴുതുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ. ഇവിടെ AC ഇട്ട് തണുപ്പിച്ചിട്ട് സന്തോഷിക്കാൻ മേല. ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാലും സന്തോഷിക്കാൻ മേല. ഇവിടെ എന്നൊക്കെ എടുത്തു മുന്നിൽ കാണിച്ചാലും ഒന്ന് സന്തോഷിക്കാൻ മേല. പക്ഷെ നേരെ നിൽക്കാൻ പറ്റാത്തടത്ത്, നിവർന്ന് നിൽക്കാൻ പറ്റാത്തടത്ത്, പകൽ വെളിച്ചം യഥാർത്ഥമായി കാണാൻ കഴിയാത്തടത്ത്, ഇരുട്ടിന്റെ ഉള്ളറകളിലും കിടന്ന് സന്തോഷിക്കാൻ പറ്റണമെങ്കിൽ മനുഷ്യന് കാണാൻ കഴിയാത്ത, ആർക്കും കാണാൻ കഴിയാത്ത എന്തോ ഒന്ന് ആ മനുഷ്യന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ അത് എറണാകുളം ചർച്ചിൽ വെളിപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം. അത് വെളിപ്പെട്ടില്ലെങ്കിൽ ഓരോ പ്രസംഗകർ വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും, പ്രസംഗകർ പോകുമ്പോൾ സന്തോഷം പോകും. ഓരോ മീറ്റിങ്ങുകളിലും നിങ്ങൾ സന്തോഷിക്കും, മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ സന്തോഷം പോകും. അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തമായി എഴുതിയിരിക്കുന്നത്, നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഉപദേശിമാരിലല്ല, ശുശ്രൂഷകളിലല്ല, യോഗങ്ങളിലല്ല, കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കുവീൻ. ഇൻ ക്രൈസ്റ്റ്. ആ വ്യക്തിക്ക് അറ്റ് എനി സിറ്റുവേഷൻ, ഏതു സാഹചര്യത്തിലും അവനെ ഡൗൺ ആക്കാൻ ഒന്നിനും പറ്റത്തില്ല. എത്ര പേര് രാമീൻ പറയാനുണ്ട്? ഞാൻ ഒരിക്കലൂടെ പറഞ്ഞതാണെന്ന എൻ്റെ ചിന്ത. വർഷങ്ങൾക്ക് മുമ്പ് കന്യാകുമാരിയിൽ അളകിയ മണ്ഡപം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ട്രിവാൻഡ്രം കഴിഞ്ഞ് കന്യാകുമാരി, തമിഴ്നാട്ടിൽ. ആ അളകിയ മണ്ഡപത്തെ ഞാനൊരു ജനറൽ കൺവെൻഷന് പ്രസംഗിക്കുകയാണ്, ഒരു പെന്തിക്കോസ് ജനറൽ കൺവെൻഷന്. 3 ദിവസം രാത്രിയിൽ ഞാൻ പ്രസംഗിച്ചു. എൻ്റെ മലയാള പ്രസംഗത്തിന് തമിഴ് പരിഭാഷയുണ്ടായിരുന്നു. ഫാദർ ബർഗ്മൻസിന്റെ പാട്ടുകളൊക്കെ പാടി അവിടെ ആരാധിച്ചു. ആ മീറ്റിംഗിൽ ഞാൻ ശ്രദ്ധിച്ചു, ഒരു 50 വയസ്സ് 55 വയസ്സ് അടുപ്പിച്ച് പ്രായമുള്ള ഒരു മനുഷ്യൻ ആരാധന നടുവിൽ ഇങ്ങനെ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മെസ്സേജിന്റെ ഏറ്റവും ശക്തമേറിയ ഭാഗങ്ങൾ കടന്നു വരുമ്പോ ആദ്യം ഈ പുള്ളിയാണ് ചാടി എഴുന്നേക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ മനുഷ്യനെ നോക്കി നിന്ന് പ്രസംഗിക്കാൻ നമുക്ക് പ്രസംഗകർക്ക് തോന്നിപ്പോവും ഭയങ്കര എൻകറേജ്മെന്റ് ആണ്.
ചിലരെ കണ്ടാലേ നമ്മുടെ ഇതങ്ങ് പോവും, ചിലരെ കാണുമ്പം വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് ലോർഡ്സ് ടേബിൾ ഉണ്ടായിരുന്നു, കർത്താവിന്റെ മേശയുണ്ടായിരുന്നു. ഞായറാഴ്ച പകലിൽ ഒത്തിരി സഭകൾ ഉണ്ടായിരുന്നു. തിരുമേശ എടുത്തിട്ട് ഞാൻ ഈ മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, എനിക്ക് കുറച്ച് തമിഴൊക്കെ അറിയാം. ഉന്നോட പേര് എന്നാ ബ്രദർ? പാസ്റ്റർ, എന്നോട് പേര് സെൽവരാജ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഐ റിയലി അപ്രീഷിയേറ്റ് യു, ഐ എൻകറേജ് യു, യു ആർ ദ റിയൽ വർഷിപ്പർ. പാസ്റ്റർ നന്ദി, എനക്കാക ജപിക്ക വേണം പാസ്റ്റർ. ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഞാൻ എതുക്കാക ഞാൻ ഉനക്കായി ജപിക്ക വേണം? பாஸ்டர் 65 லட்சம் ரூபாய் கடப்பிரச்சனை இருக்கு. பொண்டாட்டி மனைவி குழந்தை எல்லாமே என்னை விட்டு போயாச்சு, வசதி எல்லாமே போயாச்சு பாஸ்டர், எல்லாம் லோனும் ஜப்தி ஆயாச்சு. வசதி வீடெல்லாம் போய், ഭാര്യ മക്കളെ ഇട്ടിട്ട് പോയി, 65 ലക്ഷം രൂപ കടം. ആ പുള്ളിയാണ് ആരാധന മധ്യത്തിൽ ആദ്യം എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുന്നേ. ഈ തമിഴനായ മനുഷ്യനെ മലയാളിയായ ഞാനൊരു മലയാളി നോട്ടം നോക്കി. അങ്ങനെ ഒരു നോട്ടമുണ്ട്. ഞാൻ ചോദിച്ചു, செல்வராஜ், உங்களுக்கு இவ்வளோ பிரச்சனை இருந்து இந்த கூட்டத்துக்கு முன்னாடியே நடனமாடி ஆண்டவரை ஆராதிக்க எப்படி முடியும் செல்வராஜ்? നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഈ ആരാധന മധ്യയിൽ, ഈ ജനസമൂഹത്തിന്റെ നടുവിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് ദൈവത്തെ ഇങ്ങനെ മതിമറന്ന് ആരാധിക്കാൻ എങ്ങനെ പറ്റും സെൽവരാജ്? പുള്ളി ചിരിച്ച മുഖത്തോട് പറഞ്ഞു, പാസ്റ്റർ, കർത്തരുടെ പിള്ളകൾ ഉയർവാണാലും താഴ്വാണാലും സന്തോഷമായിരിക്ക വേണോ? ഏതാവതോ എന്നുடைய ആണ്ടവർ അവൻ ഉയരോട് ഇരിക്കുന്നതേവ്. കർത്താവിന്റെ മക്കൾക്ക് താഴ്ചയാന്നേലും ഉയർച്ചയാന്നേലും അവർ സന്തോഷമായിട്ടിരിക്കണം. കാരണം അവർ ആരാധിക്കുന്നത് മരണത്തെ ജയിച്ചവനെയാണ്, ഉയർത്തെഴുന്നേറ്റവനെയാണ്. Where is my joy? എന്റെ സന്തോഷം എവിടെയാണ്? എന്റെ ഫോക്കസ് എന്തിലേക്കാണ്? നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം എന്താണ്. നിങ്ങളുടെ കുറെ സ്വപ്നങ്ങൾ നടക്കാതെ പോയത്, നിങ്ങളുടെ ചില കൊതികൾ സംഭവിക്കാതെ പോയത്, നിങ്ങളെക്കാൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലർ നിങ്ങളെ ഓവർടേക്ക് ചെയ്തു പോയത്. നിക്ക്, വെയിറ്റ്, നിക്ക്, നീ ക്രിസ്തുവിൽ നിക്ക്. നിന്നെ വിളിച്ചവൻ നിന്നെ ജയിപ്പിക്കുവോന്ന് കാണാം. വെയിറ്റ്. പക്ഷേ പറ്റുന്നില്ല ദൈവദാസനെ, എൻ്റെ മനസ്സ് കിടന്നിങ്ങനെ ഇളകുകയാണ്. അപ്പോൾ ഓർക്കണം, ഞാൻ അവിടാണ് എൻ്റെ മെസ്സേജ്. ഇത് ചിലർക്കുള്ള കൗൺസിലിംഗ് കൂടാണ്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ച മൈൻഡിനകത്ത്, ചിന്താമണ്ഡലങ്ങളിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒത്തിരി എക്സ്പീരിയൻസിലൂടെ പോയ മനുഷ്യനാണ് പൗലോസ്. നിങ്ങളെ പോലെ അത് ഒളിച്ചു വെക്കുന്ന ആളല്ലായിരുന്നു പുള്ളി. പുള്ളി അത് വിളിച്ചു പറയുമായിരുന്നു. അത് റോമർ 7 വരുമ്പോൾ, അതിന്റെ 5 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, റോമർ 7:15 മുതൽ 24 വരെ, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ഞാൻ ചെയ്യുന്നത്. ആകയാൽ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാനല്ല, അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ചിലർ പറയുന്നു, പാസ്റ്ററെ, എനിക്ക് ചിലതിനെ അങ്ങോട്ട് ജയിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ചിലയിടത്ത് അങ്ങോട്ട് ദൈവവചനം അനുസരിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നോ, എന്ത് ഞാൻ എൻ്റെ ലൈഫിൽ വേണ്ടെന്ന് വെച്ചോ, അത് വീണ്ടും എന്നിലേക്ക് കയറി വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുകയാണ്. പൗലോസ് പറയുന്നു, അത് പാപസംബന്ധമായ വിഷയമാണ്, നിങ്ങളിൽ പാപം വസിക്കുന്നത് കൊണ്ടാണ്. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു, നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്. 18-ാം വാക്യം, ചില നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പക്ഷെ പ്രവർത്തിക്കുന്നതോ ഇല്ല. കാരണം 23-ൽ പറയുന്നുണ്ട്, എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട്. കണ്ടോ, പെട്ടെന്ന് അത് എവിടെയുമായിട്ട് കണക്ട് ആവുക? ബുദ്ധിയുടെ പ്രമാണത്തോട്. പെട്ടെന്ന് അതെന്റെ മൈൻഡുമായിട്ട് കണക്ട് ആകുക.
Come on church. എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന. അപ്പൊ പോരാട്ടം എവിടെയാ? പോരാട്ടം എവിടെയാ? പറമ്പിൽ കിടക്കുന്ന ഏതെങ്കിലും സാധനത്തിലാണോ? പോരാട്ടം എവിടെയാ? നിങ്ങളുടെ മൈൻഡിലാണ്, അവയവങ്ങളിലാണ്. എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ചില പാപ സ്വഭാവങ്ങളിൽ എന്നെ ബന്ധിച്ചു കളയുന്നു. 24-ാമത്തെ വാക്യത്തിൽ ഈ മനുഷ്യൻ അലറി കരയുകയാണ്, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? എനിക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊരു പുതിയ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പലതിലും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. എന്റെ ചിന്താമണ്ഡലങ്ങളോട് പിശാച് ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുകയാണ്. എന്നെ ഇതിൽ നിന്ന് ആര് വിടുവിക്കും? ഈ നിലവിളി അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോ 25-ാമത്തെ വാക്യത്തിനകത്ത് അതിന്റെ ഉത്തരം വെളിപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ടും ദൈവത്തിന്റെ പ്രമാണത്തെ, ജഡം കൊണ്ടും പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, റോമർ 8 വരുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ പൗലോസ് പറയുന്നുണ്ട്. അതിന്റെ 3-ാം വാക്യം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഇനി അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. 15-ാം വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. കണ്ടോ, എനിക്ക് ജയിക്കാൻ കഴിയാത്ത ചില മേഖലകളുണ്ട്. നിങ്ങൾക്കുണ്ടോ? I can't overcome in some areas in my life. Some thoughts, some imaginations, some kind of things. ചില കാര്യങ്ങളിൽ എൻ്റെ പൊന്നു ബ്രദറെ, ദേഷ്യം വന്നാൽ ഞാൻ എല്ലാം മറന്നു പോകും. എനിക്ക് എൻ്റെ ദേഷ്യം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ചിലപ്പോൾ എൻ്റെ ചിന്തകൾ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ചിലപ്പോൾ എൻ്റെ ഇമോഷൻസ് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ചിലപ്പോൾ എന്നിൽ വരുന്ന ചില സെക്ഷുവൽ ഡിസയറുകൾ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. പലപ്പോഴും ഞാൻ പലതിലും പെട്ടുപോവുകയാണ്, വീണു പോവുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വീണു എഴുന്നേറ്റും നടക്കുകയാണ്. ബട്ട് ഐ വാണ്ട് ടു ഓവർകം. എനിക്കിതിനെ ജയിക്കണം. എനിക്കിതിൽ നിന്ന് പുറത്തു വരണം. എൻ്റെ ചിന്തകളെ എനിക്ക് ജയിക്കാൻ പറ്റണം. ചില സമയങ്ങളിലൊക്കെ ചിന്തയ്ക്കകത്ത് ഓരോന്ന് കയറി വന്നു കഴിഞ്ഞാൽ വാട്ട് പിടിക്കുന്ന പോലെ തോന്നുകയാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളാരും മിണ്ടുന്നില്ലെങ്കിലും എനിക്കറിയാം ഈ മെസ്സേജ് ഇന്ന് എന്നെ കൊണ്ട് എടുപ്പിച്ചത് പരിശുദ്ധാത്മാവാണെന്ന്. ആമേൻ. ചിലരെ ഇരുത്തി കൗൺസിൽ ചെയ്യുവാന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. പക്ഷെ അതിന്റെ മധ്യയിൽ ഞാനൊരു പദം എൻ്റെ വാ കൊണ്ട് ഈ സഭയിൽ റിലീസ് ചെയ്യുകയാണ്. ജയിച്ച കർത്താവ് നിന്നെ ജയിപ്പിക്കും. ആമേൻ. നീ എവിടൊക്കെ തോക്കുന്നോ അവിടെല്ലാം നീ ജയിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആ കൈകളൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നീ എവിടൊക്കെ തോക്കുന്നോ, നിനക്ക് തന്നെ ജയിക്കാൻ പറ്റാത്തിടത്തെല്ലാം കർത്താവ് നിന്നെ ജയിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ജയിച്ചവരോട് മാത്രമേ ജയത്തിന്റെ വഴികളെ കുറിച്ച് ചോദിക്കാവൂ. വീട്ടുവേലയ്ക്ക് വരുന്ന ജോലിക്കാരനോട് MBBS പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അവർ പറയും, എനിക്കറിയത്തില്ല എൻ്റെ പൊന്നു കുഞ്ഞെ, ഞാൻ വല്ല പണിയെടുത്ത് ജീവിക്കുന്നു, നീയും വല്ല പണിയെടുത്ത് ജീവിക്കാൻ പറയും. പക്ഷെ MBBS കഴിഞ്ഞ ഒരു ഡോക്ടറോട്, MD കഴിഞ്ഞ ഒരു ഡോക്ടറോട്, വലിയൊരു ഡോക്ടറോട് ഒരു നല്ല ഡോക്ടറാകാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വഴികൾ പറഞ്ഞു തരാൻ കഴിയും. ജയിച്ചവരോട് ചോദിച്ചാൽ ജയത്തിന്റെ വഴികൾ അവർ പറഞ്ഞു തരും.
ഒന്നും പഠിക്കാത്ത പിള്ളേർക്ക് പരീക്ഷയ്ക്ക് ഹാൾ ടിക്കറ്റിൽ ആൽഫബറ്റിക് ഓർഡറിൽ അവർ പേരുകൾ ഇടുമ്പോൾ ഒരു പ്രാർത്ഥന എന്തുവാണെന്നറിയോ? കർത്താവ്, പഠിക്കുന്ന ഒരുത്തനെ എൻ്റെ ബെഞ്ചേ തരണേന്നാ. ആരും മിണ്ടുന്നില്ലല്ലോ. ജയിക്കുന്ന ഒരുത്തനെ എൻ്റെ കൂട്ടത്തിൽ തരണേന്നാ. കാരണം ജയിച്ചവന് മാത്രമേ നിന്നെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതാ സ്വർഗത്തിൽ ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നു. ഈ ഹെവനിൽ ഭയങ്കര ഡിസ്കഷൻ നടക്കുകയാണ്. എന്താണ് ഡിസ്കഷൻ അറിയാവോ? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ സ്വർഗത്തിൽ ഭയങ്കര ചർച്ച നടക്കുകയാണ്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ അകത്തും പുറത്തും എഴുതിയതുള്ളതായ 7 മുദ്രയാൽ മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകം ഞാൻ കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. പുസ്തകം തുറക്കാനോ നോക്കാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. സ്വർഗത്തിൽ ഞാൻ ഒരു പുസ്തകം കാണുകയാണ്. ആ പുസ്തകം തുറക്കാനോ അതിന്റെ മുദ്ര പൊട്ടിക്കാനോ ഇതൊന്ന് ഓപ്പൺ ആക്കാനോ ആരെയും കൊണ്ട് പറ്റുമെന്ന് കോമണായി സ്വർഗത്തിൽ അനൗൺസ്മെന്റ് നടക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് 1,65,000 പേരെ കൊന്നൊടുക്കിയ ദൂതന് ആ പുസ്തകം തുറക്കാൻ കഴിഞ്ഞില്ല. അതുപോലത്തെ ലക്ഷക്കണക്കിന് ദൂതന്മാർ അവിടെ ഉണ്ട്. അതിലെ ഒരു ദൂതന്മാർക്കും കഴിഞ്ഞില്ല. മീഖായേലും ഗബ്രിയേലും സകല ഏഞ്ചൽസും അവിടെ സൈലന്റ് ആയി. സകല മൂപ്പന്മാരും അവിടെ സൈലന്റ് ആയി. കാരണം പുസ്തകം തുറക്കാനോ നോക്കാനോ സ്വർഗത്തിലും ഭൂമിയിലുള്ള ഈ ഭൂമിക്ക് കീഴിലുമുള്ള പാതാളത്തിലുമുള്ള ഈ ഉലകത്തിലുള്ള ആർക്കും അത് കഴിഞ്ഞില്ല. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണാത്തത് കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ഞാൻ കരയുകയാണ്. അതിനെ തുറക്കാൻ, അതിനെ ഓപ്പൺ ആക്കാൻ, അതിന്റെ മുദ്ര പൊട്ടിക്കാൻ ഒരു കുഞ്ഞുങ്ങൾക്കും കഴിയാതെ വന്നപ്പോൾ ഇത്രയും വലിയ ശക്തന്മാരായ ദൂതന്മാരുണ്ട്, സ്വർഗീയ സൈന്യങ്ങളുണ്ട്. ഇത് ഹെവനിൽ നടക്കുന്ന കാര്യമാണ്, എറണാകുളത്ത് നടക്കുന്ന കാര്യമല്ല. ഇത്രയും ശക്തമായ സ്വർഗത്തിൽ ഇങ്ങനൊരു കാര്യം നടക്കുമ്പോ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, കരയണ്ട, കരയണ്ട. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന് 7 മുദ്രയെ തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ജയിച്ചവൻ ഇത് തുറക്കും. ജയിച്ചവൻ ആർക്കും ജയിപ്പിക്കാൻ പറ്റാത്തവനെ ജയിപ്പിക്കും. ഈ ലോകത്തിലെ സകല മനുഷ്യരും ശ്രമങ്ങൾ നടത്തിയിട്ടും നിന്റെ ജീവിതം ഒരു പരാജയമായിരിക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിതം ഒന്നുമല്ലാതെ ആയിരിക്കുന്നെങ്കിൽ, പലതിലും നിനക്ക് ഓവർകം ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ, കർത്താവ് പറയുന്നു എനിക്ക് നിന്നെ ജയിപ്പിക്കാൻ കഴിയും. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, പുസ്തകം വാങ്ങാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുമുള്ളവരെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. You are worthy, Lord. You can. Jesus can. വായി തുറന്ന് പറയാമോ? യേശുവിന് സകലവും ചെയ്യാൻ കഴിയും. യേശുവിന് സകലവും ചെയ്യാൻ കഴിയും. യേശുവിന് പ്രവർത്തിക്കാൻ കഴിയും. യേശുവിന് പ്രവർത്തിക്കാൻ, യേശുവിന് എന്നെ ജയിപ്പിക്കാൻ കഴിയും. യേശുവിന് എന്നെ ജയിപ്പിക്കാൻ കഴിയും. ഇസ്രായേൽ മക്കൾ, ഞാൻ ഇനി ചില പ്രധാന ഭാഗത്തിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ മക്കൾ പല യുദ്ധങ്ങളെ നേരിട്ടു. പക്ഷെ 44-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം പാസ്റ്റർ, പെട്ടെന്ന് വായിക്കണം. എന്റെ വിഷയമല്ലെങ്കിലും കർത്താവ് പറയുന്നത് വായിക്കാൻ. ദൈവമേ, പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. പൂർവകാലത്ത് നമ്മൾ പറയത്തില്ല, കഴിഞ്ഞ നാളുകളിൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് അത് കേട്ടുമിരിക്കുന്നു. ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. എന്റെ ചോദ്യം ഇതാണ്, കഴിഞ്ഞ നാളുകളിൽ പരാജയപ്പെടേണ്ട സ്ഥലങ്ങളിൽ ജയിപ്പിച്ച കർത്താവിനെ അറിയാവുന്നവരെന്ന് കൈ ഉയർത്തി. മനസ്സിലാകാത്തവരുടെ ശ്രദ്ധയ്ക്ക്, അവരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നേ.
അല്ലെങ്കിൽ പലതും നിന്നെ തോപ്പിച്ച് കളഞ്ഞേനെ. പലതും കോവിഡിന് പോലും നിന്നെ തോപ്പിക്കാൻ പറ്റാതെ പോയത്, പലതിനും നിന്നെ തോപ്പിക്കാൻ പറ്റാതെ പോയത്, പല ഫാമിലി പ്രോബ്ലത്തിനും നിന്നെ തോപ്പിക്കാൻ പറ്റാതെ പോയത്, മരിച്ചു കളഞ്ഞേരെ, ചത്തു കളഞ്ഞേരെന്ന് നിന്റെ ചിന്തയിൽ പിശാച് പലതവണ പറഞ്ഞിട്ടും ഇല്ല. എൻ്റെ കർത്താവ് എന്നോട് പറയുന്നു എനിക്കൊരു ബ്ലെസ്സിങ് ഉണ്ട് എന്ന് നിന്നോട് പറഞ്ഞത് നിന്നെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവമാണ്. എന്നെ ഭയങ്കരമായി ഞെട്ടിച്ച ഒരു വാക്കാണ് ആ 44-ന്റെ 3-ാമത്തെ വാക്യം. കാരണം അവർ പറയാ, തങ്ങളുടെ വാള് കൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടുമല്ല അവർ ജയം നേടിയത്, നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ. താങ്ക് യു ലോർഡ് ജീസസ്. ഒരു സമൂഹം പറയുകയാണ്, ഞങ്ങൾ ജയിച്ചത് ഞങ്ങളുടെ ഭുജം കൊണ്ടല്ല. കർത്താവേ, നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശം കൊണ്ട് അത്രേ. നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാ ഫേവർ അൺടു ദം. നിന്റെ ഫേവർ അവരുടെ മേലിൽ ഉണ്ടായിരുന്നല്ലോ. കർത്താവിന്റെ ഫേവർ നിങ്ങളുടെ മേലിലുണ്ടെങ്കിൽ, ഐ എം റിലീസിംഗ് ദിസ് വേർഡ്, ദൈവത്തിന്റെ ഫേവർ ഒരുത്തന്റെ മേളിൽ കിടപ്പുണ്ടെങ്കിൽ, നിന്നെ ആരൊക്കെ തോപ്പിക്കാൻ ശ്രമിച്ചാലും നീ തോക്കത്തില്ല, പരാജയപ്പെടത്തില്ല. ജോസഫേ, നിന്റെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉള്ളിടത്തോളം ഒരു സഹോദരന്മാർക്കും ഒരു പൊത്തീഫറിന്റെ ഭാര്യയ്ക്കും ഒരു നിയമത്തിനും നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല. എസ്തേറേ, നിന്റെ മേളിൽ ഫേവർ ഉള്ളിടത്തോളം കാലം നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന സകലത്തെയും മാറ്റിമറിച്ച് നിന്നെ എത്തിക്കേണ്ടടുത്ത് അവൻ എത്തിക്കും, നിന്നെ ഇരുത്തേണ്ടടുത്ത് അവൻ ഇരുത്തും, നിന്നെ കൊണ്ടുപോകേണ്ടടുത്ത് അവൻ കൊണ്ടുവരും. ദാനിയേലേ, നിന്റെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉള്ളിടത്തോളം ഒരു സിംഹത്തിന്റെ കുഴികൾക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആമീൻ. ദാവീദേ, നിന്റെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉള്ളിടത്തോളം കാലം ഒരു ഗോലിയാത്തിനും ഒരു ശൗലിനും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. അബ്രഹാമേ, നിന്റെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉള്ളിടത്തോളം കാലം ആമേൻ ഒരു സാഹചര്യങ്ങൾക്കും ഒരു ശാരീരിക ക്ഷീണത്തിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. മേരി, നിന്റെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉള്ളിടത്തോളം ദൈവപുത്രൻ നിന്നിൽ മാത്രമേ ജനിക്കത്തുള്ളൂ. കർത്താവിന്റെ ഫേവർ നിന്റെ മേളിലുണ്ടെങ്കിൽ നിനക്ക് വാളും വേണ്ട, വടിയും വേണ്ട, നീ എതിർക്കാനും പോകണ്ട, നിന്റെ ഭുജമൊന്നും നീ എടുക്കണ്ട. കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ഇത് ഭയങ്കര സത്യമായൊരു കാര്യമല്ലേ? പ്രൈസ് ഗോഡ്. ഈ ഡ്യൂട്രോണമിയില, ആവർത്തന പുസ്തകം 20 പറയുന്നേ, അതിന്റെ 1 മുതൽ 4 വരെ, നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ നീ പേടിക്കരുത്. ഡ്യൂട്രോണമി ചാപ്റ്റർ 20, ആവർത്തനം 20, 1 മുതൽ. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്നതിന്റെ നിന്റെ ദൈവമായ യഹോവ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് ഇടിച്ചേച്ച് പറ, പ്രശ്നങ്ങളെ കണ്ട് പേടിക്കരുതെന്ന് പറ. പേടിക്കാൻ നിന്ന, ഇത് ഞാൻ തലേ കഴിച്ചു പറയുക ദൂത്, പേടിക്കാൻ നിന്ന നിന്നെ പേടിപ്പിച്ചോണ്ടേയിരിക്കും. നീ പേടിക്കാതിരുന്ന നിന്റെ മുമ്പിൽ വന്നതെല്ലാം ഓടിക്കൊണ്ടേയിരിക്കും. ഈ ദൂത് കിട്ടിയിട്ടില്ലാത്തവരാരും ഇല്ലെന്നറിയാം. ഇതെല്ലാവരോടുള്ള മെസ്സേജാ. അധികം ജനത്തെ കാണുമ്പോൾ പേടിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. വെരി ഇമ്പോർട്ടന്റ്. ഈ AD 73 യഹൂദന്മാരെ ചിതറിക്കപ്പെട്ടത്. AD 73 19-ാം നൂറ്റാണ്ടോളം യഹൂദന്, ഇസ്രായേൽ ജനതയ്ക്ക്, ചരിത്രമൊക്കെ ഒന്ന് കേട്ടോ, രാജ്യം തന്നെ ഇല്ലാതായി. ഇസ്രായേൽ ജനത എന്ന് പറയുന്ന അവരുടെ രാജ്യം തന്നെ 19-ാം നൂറ്റാണ്ടിൽ നഷ്ടമായി. 1948 മെയ് മാസം 14-ാം തീയതിയാണ് പിന്നെയും
ഇസ്രായേൽ എന്ന രാജ്യം പുനഃസ്ഥാപിക്കപ്പെട്ടത്. 1948-49 വർഷങ്ങളിൽ പിന്നെയും ആ രാജ്യം യുദ്ധമുഖത്തെത്തി. അത് പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളുമായി, മിഡിൽ ഈസ്റ്റുമായിട്ടായിരുന്നു യുദ്ധം നടന്നത്. അന്നത്തെ ഈ കണക്കൊന്ന് ശ്രദ്ധിച്ചോണം. അന്ന് മിഡിൽ ഈസ്റ്റിന്, പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് വരുമ്പോൾ 270 പാറ്റൻ ടാങ്ക് ഉണ്ടായിരുന്നു. അന്ന് ഇസ്രായേലിന് 3 പാറ്റൻ ടാങ്കേ ഉള്ളൂ. അന്നത്തെ കണക്കാണ്. ഇത് യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. ഈ 1948-49 വാർ, അതിൻ്റെ റിപ്പോർട്ട്സ്. 270 പാറ്റൻ ടാങ്ക് മിഡിൽ ഈസ്റ്റിന് ഉണ്ടായപ്പോൾ ഇസ്രായേലിന് വെറും 3 പാറ്റൻ ടാങ്കേ ഉണ്ടായിരുന്നുള്ളൂ. മിഡിൽ ഈസ്റ്റിന് 150ഓളം ഈ നിരനിരയായിട്ട് വെടിവെക്കുന്ന ഗണ്ണുകൾ 150 ഉണ്ടായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് 40% ആൾക്കാർക്കും ആയുധങ്ങളില്ലായിരുന്നു. അന്ന് മിഡിൽ ഈസ്റ്റിന് 300 യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിന് ഒരൊറ്റ യുദ്ധവിമാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു. പിന്നെ അഗൈൻ 1965 പിന്നെ യുദ്ധം ഉണ്ടായി. അന്ന് മിഡിൽ ഈസ്റ്റിന് 3,50,000 പട്ടാളക്കാരുണ്ടായിരുന്നു. ഇസ്രായേലിന് 2 ലക്ഷം പട്ടാളക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അത് 30% സ്ത്രീകളായിരുന്നു. അന്ന് മിഡിൽ ഈസ്റ്റിന് 1800 പാറ്റൻ ടാങ്ക് ഉണ്ടായിരുന്നു. ഇസ്രായേലിന് 800 പാറ്റൻ ടാങ്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് 660 ന്യൂ വാർ ഫ്ലൈറ്റ്, ഈ യുദ്ധവിമാനങ്ങൾ 660 മിഡിൽ ഈസ്റ്റിനുണ്ടായിരുന്നു. ഇസ്രായേലിന് 300 പഴയ യുദ്ധവിമാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 6 ദിവസം ആ യുദ്ധം നിന്നു. 7ാമത്തെ ദിവസം ഇസ്രായേൽ ജയിച്ചു. ബൈബിൾ പറയുന്നു, തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടുമല്ല അവർ ജയം നേടിയത്. നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും അവരുടെ മേളിൽ ഉണ്ടായിരുന്നു. Not because of your ability, not because of your weapons. അതിലൊന്നും ആശ്രയിക്കണ്ട. എല്ലാം താത്തുവേ, എല്ലാം മാറ്റിവേ, കർത്താവിൽ അങ്ങോട്ട് ആശ്രയിക്ക്. പൈശാചിക മണ്ഡലം നിനക്കെതിരെ ചെയ്യുന്ന യുദ്ധങ്ങളെ നീ തിരിച്ചറിയുക. നിന്റെ ചിന്തകളോട് പോരാടുന്ന മേഖലകളെ നീ ജയിക്ക്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും, കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളെ ഇടിച്ചു കളഞ്ഞ്, നിന്റെ ചിന്താമണ്ഡലത്തിൽ പിശാച് കൊണ്ടുവയ്ക്കുന്ന സകലത്തെ ഇടിച്ചു കളയ്. നീ പരാജയപ്പെടും, നീ മരിക്കും, നിനക്ക് ഭാവിയില്ല, നിനക്ക് അങ്ങനെ സംഭവിക്കും, നിനക്ക് ഇങ്ങനെ സംഭവിക്കും, നിനക്ക് ഇന്ന രോഗം വരും. ഓ, ആരും മിണ്ടുന്നില്ലല്ലോ. ശ്വാസം മുട്ടൽ ഉണ്ടെന്നൊന്ന് ചിന്തിച്ചേ. നിനക്ക് ഇപ്പൊ ശ്വാസം മുട്ടും, ആരും മിണ്ടുന്നില്ലല്ലോ. ശ്വാസം മുട്ടും. അതിപ്പോ തന്നെ ആരാണ്ടൊക്കെ വലിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക്. നിന്റെ ചിന്താമണ്ഡലങ്ങളോട് പോരാടുന്ന കോട്ടകളെ ഇടിക്കുക. നിന്റെ ഭാവി അങ്ങോട്ട് നശിച്ചു പോകുമെന്നും നീ എങ്ങും എത്താൻ പോകുന്നില്ലെന്നും നിന്റെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകത്തില്ലെന്നും പിശാച് നിന്റെ കാതിൽ മന്ത്രിക്കുമ്പം, കോട്ടകൾ പോലെ ചിലത് ഇടിച്ചു പൊക്കി കയറ്റുമ്പം നിനക്ക് വാ തുറന്ന് പറയാൻ കഴിയണം. ആധരം തുറന്ന് അങ്ങോട്ട് പറയാൻ കഴിയണം, ഞങ്ങൾ ജയിക്കുന്നത് വാളുകൊണ്ടല്ല, ഞങ്ങളുടെ ഭുജം കൊണ്ടല്ല, ജയിച്ചവൻ എന്നെ ജയിപ്പിക്കുമെന്ന് പറയാൻ കഴിയണം. Thank you, Jesus. Thank you, Holy Spirit of the Lord. പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. പിശാച് എന്താണ്? സാത്താൻ ആരാണ്? ആരോട് പറയുന്നത് കേട്ട് സാത്താൻ ഭയങ്കര ശക്തനാണെന്ന്? ഒരിക്കലുമല്ല. പക്ഷെ സാത്താൻ ഭയങ്കര തന്ത്രശാലിയാണ്. എവിടെല്ലാം ബൈബിൾ അത് വ്യക്തമാക്കുന്നറിയാവോ? 2 കൊരിന്ത്യർ 2:11 പൗലോസ് പറയുന്നു, സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. എഫേസ്യർ 6:11 പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്
ഓ താങ്ക് യു ലോർഡ് ജീസസ്. അതിനകത്ത് ഏറ്റവും വലിയ തന്ത്രം എന്നാണെന്നറിയോ? എനിക്കറിയില്ല ക്രിസ്റ്റി പാസ്റ്റർ ഇന്ന് എല്ലാരോടും അങ്ങ് പ്രൊഫസി പോലെ ഈ മെസ്സേജ് കയറി പോകുന്നതെന്ന് എനിക്കറിയാം. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നാണെന്നറിയാവോ? സംശയം. ഒരിക്കൽ എക്സിബിഷൻ, പിശാച് ഒരു എക്സിബിഷൻ വെച്ചെന്ന കഥ പറയുന്ന ഒരു ചരിത്രം, ഒരു കഥയാ. പിശാചിന്റെ ആയുധങ്ങളെല്ലാം കൂടെ പുള്ളി എക്സിബിഷന് വെച്ചു, വിലയിട്ട് വെച്ചു. ഭയം, സംശയം, നിരാശ, കോപം, ഇങ്ങനെയുള്ള ആയുധങ്ങളെല്ലാം കൂടെ പുള്ളി ഡോളർ വിലയിൽ പ്രൈസ് ടാഗ് ഇട്ട് വെച്ചു. അപ്പോൾ ഒരാൾ ഇങ്ങനെ നോക്കി പോകുമ്പോൾ, ഒരു കഥയാണ്, നോക്കി പോകുമ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് തേഞ്ഞ് പരുവായൊരു സാധനം, ഒരു ഇരുമ്പ് പോലത്തെ ഒരു സാധനം, അതിന് $1 മില്യൺ ആയിട്ടിരിക്കുന്നത് പിശാച്. അപ്പോൾ ഈ പുള്ളി ചോദിച്ചു, കോപമൊന്നും അത്രയും പോയിട്ടില്ല, നിരാശയും കുറച്ചുകൂടെ കാണാനൊരു ഗമയുണ്ട്, ഈ തേഞ്ഞ് ചെയ്യുന്ന ഒരു പരുവായ ഈ സാധനത്തിന് എന്തിനാ $1 മില്യൺ എന്ന് പറഞ്ഞ് പിശാച് പറഞ്ഞത്ര, ഞാൻ അത് ഏതൻ തോട്ടം മുതൽ യൂസ് ചെയ്തുകൊണ്ടാണ് തേഞ്ഞത്, അതിൻ്റെ പേര് സംശയമാണെന്ന് പറഞ്ഞു. ഏതൻ മുതൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ആയുധമാണ് അത്. ആദം ഹവ്വയുടെ ഇടയ്ക്ക് വരെ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനമാണിത്. അതുകൊണ്ട് അതിന് ഇച്ചിരി തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളതിൽ ഏറ്റവും പവർഫുൾ സാധനം അതാന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. സത്യമല്ലേ? സംശയം ഒരു രസകരമായൊരു കാര്യമാണ്. സംശയമുള്ള ഒരു ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ വരുമ്പം 2 മക്കളുണ്ട്, 2 ആൺപിള്ളേരുണ്ട്, 2 പെൺപിള്ളേരുണ്ട്. ആൺപിള്ളേരല്ല, 2 പെൺപിള്ളേരാ. ഈ 2 പെൺപിള്ളേരും അന്ന് സ്കൂളിൽ യുവജനോത്സവമായിരുന്നു, അവരുടെ ഫെസ്റ്റിവൽ ആയിരുന്നു സ്കൂളിലെ. അപ്പോൾ ഈ പിള്ളേർ ഫാൻസി ഡ്രസ്സിന് പോയി. അപ്പോൾ 2 പേരും പുരുഷന്മാരുടെ വേഷം കെട്ടിയാണ് ഫാൻസി ഡ്രസ്സിന് പോയത്. വൈകിട്ടൊരു 4 മണിയൊക്കെ ആയപ്പം ചായ കുടിക്കുന്ന സമയത്ത് സിറ്റ് ഔട്ടിൽ ഈ സഹോദരി ഇറങ്ങിയിരിക്കുമ്പം ഈ 10ാം ക്ലാസ്സിലും +1 പഠിക്കുന്ന ഈ പെൺപിള്ളേരെ ഫാൻസി ഡ്രസ്സ് കഴിഞ്ഞ് അമ്മയുടെ കൂടെ സിറ്റ് ഔട്ടിലിരുന്ന് ചായ കുടിക്കുമായിരുന്നു. പെട്ടെന്ന് സ്കൂട്ടറിൽ ജോലി കഴിഞ്ഞ് ഭർത്താവ് വന്ന് അങ്ങോട്ട് മുറ്റത്ത് നിർത്തിയത്. അപ്പോൾ അപ്പം വരുന്ന കണ്ടപ്പോൾ പിള്ളേർക്കൊരു നാണക്കേട് കാരണം ഇവർ 2 കൂടെ അകത്തോട്ട് കയറി ഓടിക്കളഞ്ഞു. അപ്പം സ്കൂട്ടർ വെച്ച് നോക്കുമ്പോൾ 2 പുരുഷന്മാർ, ഒരാൾ അതിലേക്കൂടെ ഓടി, ഒരാൾ അകത്തോടെ ഓടി. പുള്ളിക്കാരനൊന്നും മിണ്ടിയില്ല, സ്കൂട്ടർ അവിടെ വെച്ചു. ഭാര്യ വളരെ സ്നേഹത്തോടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ മേടിച്ചു. അപ്പോൾ ഭയങ്കര ഒരു ദേഷ്യവും ഭാവവും, നീ എൻ്റെ ബാഗ് തൊടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഭക്ഷണം എടുത്തു വെച്ചു, ചപ്പാത്തിയും ചിക്കൻ കറിയും. ചപ്പാത്തി വെച്ച ഉടനെ പറഞ്ഞു, ഇതെന്തിനാ, ഡിസ്ക് ത്രോയ്ക്കുള്ളതാണോ, എറിയാനുള്ള സാധനമാണോ, ഇതെന്നാ കട്ടിയാന്ന് ചോദിച്ചു. ഇത്രയും കട്ടിയുള്ള ചപ്പാത്തി എപ്പം നീ ഉണ്ടാക്കിയാലും ഇങ്ങനെയാന്ന് പറഞ്ഞു. ചിക്കൻ കറി കുറച്ചെടുത്തിട്ട് വായിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, നിന്റെ അടുത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഉപ്പിടരുത്, നീ എന്നാ ഉപ്പാന്ന് പറഞ്ഞു, എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. പുള്ളിക്കാരി എന്തുവാന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. പുള്ളിക്കാരി ചോദിച്ചു, അച്ഛൻ എന്നാ പറ്റി? വന്നപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കണമല്ലോ, എന്താണൊരു പ്രശ്നം, എന്ത് പറ്റി? ഞാൻ ഇത്രയും നാളൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഇനി ഞാൻ പറയാം. ഞാൻ ഈ വീട്ടിലോട്ട് വന്നപ്പോ 2 പുരുഷന്മാർ നിന്റെ അരികിൽ ഇരുന്ന് ഇറങ്ങി ഓടുന്ന കണ്ടല്ലോ, അവരാരായിരുന്നു ചോദിച്ചു. പുള്ളിക്കാരി പറഞ്ഞു, അത്രേ ഉള്ളോ പ്രശ്നം? പിള്ളേരുടെ 2 പേരുടെയും പേര് വിളിച്ചു. നാണം കുണികളായ പെമ്മക്കൾ 2 അതേ ഡ്രസ്സിൽ അപ്പൻ്റെ അടുത്ത് വന്ന് നിന്നു. പുള്ളിക്ക് എന്തോ പറയണമെന്നറിയത്തില്ല. ഈ പിള്ളേർ 2 മേളിലോട്ട് കയറിപ്പോയപ്പോൾ ഭാര്യയെ തൊട്ടേച്ച് പറയുവാണേ, ചപ്പാത്തിയും ചിക്കൻ കറി ഇരിപ്പുണ്ടോന്ന്. ചപ്പാത്തിക്ക് കല്ലിപ്പും ഇല്ലായിരുന്നു, ചിക്കൻ കറിക്ക് ഉപ്പും ഇല്ലായിരുന്നു. സംശയം അകത്ത് കയറിയപ്പോൾ അതിന് കല്ലിപ്പായി, അതിന് ഭയങ്കര ഉപ്പായി. പിശാചിന്റെ ഏറ്റവും കുടുംബങ്ങളെ തകർക്കുന്നത് ഈ സംശയമാണ്, സഭകളെ തകർക്കുന്നത് ഈ സംശയമാണ്. നിന്റെ പല വിടുതലുകളും തടയുന്നത് ഈ സംശയമാണ്. നിന്റെ മുമ്പിലേക്ക് ദൈവം കൊണ്ടുവരുന്ന പല ഡെലിവറൻസുകളും ബ്ലോക്കായി പോകുന്നത് നിന്റെ സംശയമുള്ള ഈ ഹൃദയമാണ്.
അതിനെ ഇന്ന് കൈകാര്യം ചെയ്യും പരിശുദ്ധാത്മാവ്. അത് കൈകാര്യം ചെയ്തപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിൻ്റെ ആത്മാ പറയുന്നു, ഇവിടെ ടെസ്റ്റ് മണികളുടെ ഭയങ്കര ഒരു പ്രവാഹം തന്നെ ഉണ്ടാകും. നോക്കിയേ, ഉൽപ്പത്തി മുതൽ ആദം ഹവ്വ തുടങ്ങി ഉപയോഗിക്കുന്ന എപ്പോഴാണെന്ന് നോക്കിയേ. ഉൽപ്പത്തി 3:1 മുതലുള്ള വാക്യങ്ങളിൽ പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതന്നെ യഹോവയായ ദൈവം ഉണ്ടാക്കിയ കാട്ടുജന്തുക്കളും അതിലേറ്റവും പാമ്പ് കൗശലമേറിയതായിരുന്നു. താങ്ക് യു ജീസസ്. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ട്. ഓൾറെഡി ദൈവം പറഞ്ഞിട്ടുണ്ട്, തിന്നരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെ ചോദിക്കുകയാണ്, തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. നിങ്ങളൊരു കാര്യം ഓർത്തോണം, എല്ലാ ദിവസവും ദൈവം വിസിറ്റ് ചെയ്യുന്ന വീടായിരുന്നു ഏദൻ ഹൗസ്. എല്ലാ ദിവസവും ദൈവം വിസിറ്റ് ചെയ്യുന്ന വീട്. എല്ലാ ദിവസവും ആ വീട്ടിൽ ആര് വരും? യഹോവയായ ദൈവം വരും. എല്ലാ ദിവസവും ദൈവം വിസിറ്റ് ചെയ്യുന്ന വീട്ടിൽ പാമ്പ് വന്നു, സാത്താൻ വന്നു. അപ്പം മാസത്തിലൊരു പ്രാർത്ഥന നടക്കുന്ന വീടിന്റെ സ്ഥിതിയൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. പാമ്പ് പിടുത്തക്കാരെ വിളിക്കേണ്ടി വരും. സ്തോത്രം. പാമ്പ് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്, ആ വാക്യം ശക്തമാണ്, തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? 4-ാം വാക്യത്തിൽ പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അപ്പൊ കൺഫ്യൂഷനായി. ദൈവം പറഞ്ഞു മരിക്കുമെന്ന്, ദൈവം പറഞ്ഞു തൊടരുതെന്ന്, പിശാചു എന്ന് പറഞ്ഞു ഒരു കുഴപ്പവും വരത്തില്ല. അപ്പൊ മനസ്സിൽ എന്തു വിതച്ചു? സംശയം. എന്നിട്ട് പറയുകയാണ്, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു. അയ്യോ, ദൈവത്തിന് അസൂയ കൊണ്ട് പറഞ്ഞതാ. നിങ്ങൾ ഈ കാ പറിച്ച് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആവും, അത്ര ബ്യൂട്ടിഫുൾ ആകും. പിശാച് ഒരിക്കലും പറഞ്ഞില്ല പുള്ളിയെ പോലെ ആകുമെന്ന്. കാരണം പുള്ളിക്ക് തന്നെ അറിയാം പുള്ളിയെ കാണാൻ കൊള്ളുകയല്ലെന്ന്. നിങ്ങൾ ദൈവത്തെ പോലാകും. അതുകൊണ്ട് അസൂയ അങ്ങനല്ലേ തകർക്കുന്നേ? പാസ്റ്ററിന് എന്തോ നിന്നോടൊരു ചെറിയ അസൂയുണ്ട്. ശുശ്രൂഷയെ വളർന്നു വരാതിരിക്കാൻ വേണ്ടി പുള്ളി മനഃപൂർവമായി ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. ചിന്ത കൊണ്ടുവരിക, പല പല ചിന്തകൾ കൊണ്ടുവരിക. ആ വ്യക്തിക്ക് നിന്നോട് എന്തോ ഉണ്ട്. എന്നാ ഉണ്ട്? ആ തോന്നിപ്പിക്കുകയാണ്, എന്നോട് എന്തോ ഉണ്ട്, എന്നോട് എന്തോ ഉണ്ട്. ഇനി ഇവിടെ വായിക്കേണ്ട ഒരു ഭാഗമുണ്ട്, അതിൻ്റെ 9, 10, 11 വാക്യം. വൈകിട്ട് ദൈവം എത്തി. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട്. കണ്ടോ, ഇതുവരെ മനുഷ്യനിൽ ഇല്ലാതിരുന്നൊരു സാധനമായിരുന്നു അത്, ഭയം. പിശാച് അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ അകത്ത് സംശയങ്ങൾ വിതച്ചപ്പോൾ അവനിൽ എന്തു വന്നു? ഭയപ്പെട്ടു, ഒളിച്ചു. ലിസൺ ലിസൺ ലിസൺ. പിശാച് ഒരുത്തനിൽ വന്ന് കയറിയാൽ, സാത്താൻ ഒരുത്തനിൽ ഇൻഫ്ലുവൻസ് ചെയ്താൽ അവനിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ ചില അനുഭവങ്ങൾ കണ്ടോണം. ഒന്ന്, അവൻ്റെ അകത്തൊരു വെപ്രാളം ഉണ്ടാവും, ഭയം. 2, ഇവൻ പലതും ഒളിക്കാൻ ശ്രമിക്കും. ഇവൻ പലയിടത്തും മറയ്ക്കാൻ ശ്രമിക്കും. മറയ്ക്കുക, ഒളിക്കുക. അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കി. സത്യത്തിൽ അന്ന് പാമ്പ് അവിടെ കയറി വന്നപ്പോൾ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ ഇത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരൊറ്റ ടെക്സ്റ്റൈൽ ഷോപ്പ് ഇവിടെ ഓരോ മാള് പോലും കാണുകയില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. അവൻ കേട്ടെ, ഒളിച്ചു, മറച്ചു, ഒരു വെപ്രാളവും. ആർക്കെങ്കിലും ഉണ്ടോ? ഭാര്യയെ ഒളിക്കുന്നവരുണ്ടോ? മറയ്ക്കുന്നവരുണ്ടോ? ഫോണും എടുത്തുകൊണ്ട് ഓടുന്നവരുണ്ടോ?
എന്തൊക്കെയോ ചില കേസുകളിൽ ഒരു വെപ്രാളമുണ്ടോ, പിടിക്കപ്പെടുമെന്നൊരു വെപ്രാളമുണ്ടോ? ഉണ്ടെങ്കിൽ, നീ എന്തെങ്കിലും ഒളിക്കുന്നെങ്കിൽ, അത് നിന്റെ ഭാര്യയാകാം, നിന്റെ ഭർത്താവിനെ ആകാം, നിന്റെ മാതാപിതാക്കളെ ആകാം, നിന്റെ പാസ്റ്ററെ ആകാം. നീ എന്തെങ്കിലും ഒളിക്കുന്നെങ്കിൽ, നീ എന്തെങ്കിലും മറയ്ക്കുന്നെങ്കിൽ, നിനക്കെന്തോ ഒരു വെപ്രാളം ഒരു കേസിലുണ്ടെങ്കിൽ, നീ ഓർത്തോണം, സാത്താൻ നിന്നെ വിസിറ്റ് ചെയ്തിട്ട് പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്നത്. കളഞ്ഞോണം. നിന്നെ അത് നന്മയിൽ എത്തിക്കത്തില്ല. ബിഹൈൻഡ് ദ സ്ക്രീൻ അതിൻ്റെ പുറകിൽ ചില ട്രാപ്പുകളുണ്ട്. പിന്നെ അതിൻ്റെ ഇരട്ടി പ്രൈസ് നീ കൊടുക്കേണ്ടി വരും. ഒരു പക്ഷേ ദൈവം നിന്നെ പൊക്കിയെടുക്കുമായിരിക്കും. പക്ഷേ നോ, ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു. ഇനി കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ചോദിക്കുകയാണ് 11-ാം വാക്യത്തിൽ, അമേസിംഗ് വേർഡ്, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? Who told you that you were naked? ഞാൻ നിന്നെ അങ്ങനെയല്ലല്ലോ സൃഷ്ടിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ നിനക്ക് എവിടുന്ന് കിട്ടി? ഇന്നലെ ഞാൻ നിന്നെ വിസിറ്റ് ചെയ്യുമ്പോൾ കണ്ട ആളല്ലല്ലോ ഇന്ന് നീ. What happened to you? നിനക്ക് എന്ത് സംഭവിച്ചു? നിന്നോട് ആര് പറഞ്ഞു നീ നഗ്നനാന്ന്? എനിക്കതാ അറിയണ്ടേ. Who told you you were naked? ഞാൻ മറ്റൊരു ഭാഗത്തുനിന്ന് പറയട്ടെ, നിന്നോട് ആര് പറഞ്ഞു നീ പരാജയനാന്ന്? നിന്നോട് ആര് പറഞ്ഞു നിനക്കൊരു നല്ല ഭാവി ഉണ്ടാകുകയില്ലെന്ന്? നിന്നോട് ആര് പറഞ്ഞു നീ മരിച്ചു പോകുന്നു? പ്രായം തികയാതെ നീ ചത്തുപോകുന്നു നിന്നോട് ആര് പറഞ്ഞു? നിന്നോട് ആര് പറഞ്ഞു നിന്റെ കല്യാണം നടക്കുകയില്ലെന്ന്? നിന്നോട് ആര് പറഞ്ഞു നിനക്ക് മക്കൾ ഉണ്ടാകുകയില്ലെന്ന്? നിന്നോട് ആര് പറഞ്ഞു നിന്റെ കുടുംബജീവിതം തകരുമെന്ന്? നിന്നോട് ആര് പറഞ്ഞു നിന്റെ മക്കളുടെ ഭാവി അവതാളത്തിലാകുമെന്ന്? നിന്നോട് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു, ഐ ആം നോട്ട്. ഞാനത് പറയില്ല, ഒരിക്കലും ഞാനത് പറയില്ല. അങ്ങനെ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നീ പറയുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും മറ്റൊരാൾ നിന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. ഞാൻ പറയില്ല, ഞാൻ ഒരിക്കലും നെഗറ്റീവ് പറയില്ല, ഞാൻ ഒരിക്കലും നിന്റെ പരാജയം നിന്റെ അകത്ത് കൊണ്ടുവരില്ല. നിന്നോട് ആര് പറഞ്ഞു നീ തകർന്നു പോകുമെന്ന്? നിന്നോട് ആര് പറഞ്ഞു നിന്റെ ഭാവി തീരാൻ പോവാന്ന്? താങ്ക് യു ലോർഡ് ജീസസ്. അത് പിശാചാണ് പറഞ്ഞതെങ്കിൽ, യേശു പറയുന്നൊരു വാക്കുണ്ട്, യോഹന്നാൻ 8:43 മുതലുള്ള വാക്യം. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും, യോഹന്നാൻ 8:43, 44, 45, അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. പിശാച് കള്ളത്തരേ പറയൂ. ഒന്ന് കൈ എടുത്ത് തല വെച്ചിട്ട് പറഞ്ഞു, പിശാച് പറയുന്ന ഒരു കള്ളത്തരവും ഞാൻ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞു. ഒരു പക്ഷേ അതിന് ചില വ്യക്തികളെ കയ്യിലെടുക്കാം. ഇന്നലെ ഒരു പ്രവാചകൻ എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകാൻ പോവുകയാണെന്ന്, എൻ്റെ വീട്ടിലെന്തോ ദുരന്തം വരാൻ പോവുകയാണെന്ന് പുള്ളി പറഞ്ഞു. അവരെ കയ്യിലെടുക്കാം. ഒരിക്കലും പരിശുദ്ധാത്മാവ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കത്തില്ല. ഒരിക്കലും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യത്തില്ല. ഒരിക്കലും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഭയത്തിലാക്കത്തില്ല. കാരണം അത് ഭയത്തിന്റെ ആത്മാവല്ല, അത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല. പ്രശ്നം ഉണ്ടാകാം, പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നെങ്കിൽ കൂട്ടത്തിൽ പറയും. പ്രശ്നം ഉണ്ടാകാം, ഡിലേ ഉണ്ടാകാം, പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കും. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയും. ഈ ലോകത്തില് സത്യവും ഉണ്ട്, ശരിയുണ്ട്. പറഞ്ഞേ, ശരിയുണ്ട്, സത്യമുണ്ട്. സത്യം എന്നാ? ഈ പുസ്തകത്തിന്റെ പേരെന്നാ? പറഞ്ഞേ, സത്യ വേദപുസ്തകം. ദൈവവചനം എന്താണ്? സത്യമാണ്. ശരിയുണ്ട്, സത്യമുണ്ട്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. സത്യം സ്വതന്ത്രരാക്കണം. ഡോക്ടർ നിങ്ങളെ ഡയഗ്നോസ് ചെയ്തു, ലോർഡ്സിനെ ഡയഗ്നോസ് ചെയ്തു,
സ്കാൻ എടുത്തു, ഫ്ലൂയിഡ് കെട്ടുന്നുണ്ടെന്ന് പറഞ്ഞു, വീണ്ടും മൊത്തം ഓപ്പൺ ആക്കണമെന്ന് പറഞ്ഞു. മോനെ പറഞ്ഞത് ശരിയാണ്, ഒരു സംശയമില്ല, അത് ശരിയാണ്. സ്കാനിങ് എടുത്തു, റിപ്പോർട്ട് തന്നു, ശരിയാണ്. വി റെസ്പെക്ട് ദം, ശരിയാണ്. പക്ഷേ ആ ശരികളെ മാത്രം നീ വിശ്വസിച്ചാൽ നീ ഡെസ്പായി പോകും. മറുഭാഗത്തുള്ള സത്യവും കൂടെ ഒന്ന് അറിയണം. സത്യം ദൈവം പറയും. എന്താണ് സത്യം? അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കടഭാരമുണ്ട്, കടഭാരമുണ്ട്, ശരിയാണ്. കടമുണ്ട്, ശരിയാണ്, ശരിയാണ്, നിങ്ങൾക്ക് കടമുണ്ട്. പക്ഷെ സത്യം അതല്ല. സത്യം, എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഇന്നും മക്കളുടെ പോക്ക് കണ്ടിട്ട്, ഇന്നും മക്കളുടെ ഭാവി കണ്ടിട്ട്, അവരുടെ മുന്നോട്ടുള്ള പോക്ക് കണ്ടിട്ട്, സ്വഭാവം കണ്ടിട്ട് ഒരു ഭയമുണ്ട്. ഇവൻ കയ്യാ നിൽക്കുവോ, ഇവള് കയ്യാ നിൽക്കുവോ, പോക്കാന്നോ എന്ന് ഒരു ചിന്തയുണ്ട്. സ്കൂളിലെ ടീച്ചർ പറയുന്നു, അധ്യാപകർ പറയുന്നു, അല്ലെങ്കിൽ അവരുടെ സഹപാഠികൾ പറയുന്നു, നിങ്ങളുടെ മോനെ ഒന്ന് സൂക്ഷിച്ചോണം, നിങ്ങളുടെ മോളെ ഒന്ന് സൂക്ഷിച്ചോണം, അവിടെ പോക്ക് ശരിയല്ല, അവന്റെ പോക്ക് ശരിയല്ല. അവര് പറഞ്ഞത് ശരിയാണ്, അധ്യാപകർ പറഞ്ഞത് ശരിയാണ്, സുഹൃത്തുക്കൾ തന്ന റിപ്പോർട്ട് ശരിയാണ്. പക്ഷെ മറുഭാഗത്തൊരു സത്യം ഇപ്പോൾ ഉണ്ട്. അതെന്നറിയോ? നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. ഞാൻ നിന്റെ മേൽ പകർന്ന എന്റെ ആത്മാവിനെ നിന്റെ സന്തതിയുടെ മേലും നിന്റെ സന്തതിയുടെ മേൽ നിന്നും മാറിപ്പോകുകയില്ല. മനുഷ്യനും പിശാചും നിങ്ങളുടെ മനസ്സുകളിൽ, ചിന്തകളിൽ തരുന്ന ഒരു കൂട്ടം ശരികളെ നിങ്ങൾക്ക് വിശ്വസിച്ച് ജീവിക്കണോ, അതോ ഈ സത്യത്തെ ഏറ്റെടുത്ത് ഇന്ന് ഈ പകലിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയണോ? I believe this truth. ഞാൻ ഈ വചനത്തെ സത്യത്തിൽ വിശ്വസിക്കുകയാണ്. എത്ര തകർന്നവനെയും ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. എത്ര പാപിയെയും വിടുവിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. എത്ര വലിയ മദ്യപാനിയെയും സുവിശേഷകനാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. എത്ര വലിയ ഭൂതഗ്രസ്തനെയും പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. Who told you you are depressed? നിന്നോട് ആര് പറഞ്ഞു? ആദത്തോട് ചോദിച്ചത് എറണാകുളം ചർച്ചിലുള്ള ചിലരോട്, ലൈവിൽ എന്നെ കാണുന്ന ചിലരോട് ദൈവം ചോദിക്കുകയാണ്, നിന്നോട് ആര് പറഞ്ഞു നീ ഒരു പരാജയമാണ്? നിന്നോട് ആര് പറഞ്ഞു മുമ്പോട്ടൊരു ഭാവിയില്ല, മരിച്ചു കളഞ്ഞേക്കാന്ന്? ദൈവം പറയുവോ? നോ. അത് പറഞ്ഞവനെ കൈകാര്യം ചെയ്യാൻ നിന്റെ അകത്തെ കർത്താവിന് കഴിയും. ഈ ഒരു 2 മിനിറ്റ് കൂടെ എടുക്കുക എന്നാൽ മാത്രം എനിക്കറിയത്തില്ല ഇത് ഞാൻ ഈ പറയുന്നത് പ്രയോജനപ്പെടുന്നുണ്ടോ. ഒരു ഭയങ്കര പ്രധാനപ്പെട്ട 2 കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ഈ 1 പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്താൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുകയും, the year of upliftment, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും, പറഞ്ഞേ ചിന്താകുലവും, നമ്മൾ അങ്ങനെ പോലെ എക്സ്പ്രസ് ട്രെയിൻ ആകുലത, ഇത് രണ്ടും ഉണ്ട്. ചിന്താകുലവും എന്ന ഒറ്റ വാക്കിൽ എഴുതിയിരിക്കുമ്പോൾ 2 കാര്യം. അത് നിങ്ങളുടെ സകല ചിന്തയും നിങ്ങളുടെ ആകുലതയും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഇത് രണ്ടും ഉള്ള എത്ര പേരുണ്ട് ഇവിടെ? ചിന്തകളും ആകുലതകളും ഉള്ളവർ ഒന്ന് കൈ ഉയർത്തിയേ. അല്ലാത്തവരെ മനുഷ്യരല്ലാതാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടിയാ. ദേ ആർ നോട്ട് ഹ്യൂമൻ ബീയിങ്, അവർ മനുഷ്യരല്ല. പ്രൈസ് ഗോഡ്. ചിന്തയും ആകുലതയും ഇത് രണ്ടും ആരുടെ മേലിടണം? കർത്താവിന്റെ മേലിടണം. ഒരാൾ റെഡിയായി നിൽക്കുകയാണ്, എല്ലാ വെയിറ്റും ഇങ്ങോട്ട് കൊണ്ടുവാ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വാ, എല്ലാ ഹെവി ബേർഡൻസും എന്റെ അടുക്കൽ കൊണ്ടുവാ. Come on. എല്ലാ ഭാരങ്ങളും എന്റെ അടുക്കൽ കൊണ്ടുവാ, എല്ലാ ചിന്താകുലവും എന്റെ അടുക്കൽ കൊണ്ടുവാ. നീ ലോഡുമായിട്ട് നടക്കണ്ട, നീ ഫ്രീ ആയിക്കോ, എന്റെ മേലിട്. പലപ്പോഴും നമുക്കത് പറ്റാതെ പോകുന്നതാണ് നമ്മൾ ഡെസ്പായി നടക്കുന്നതിന്റെ കാരണം.
ഇത് അമ്മാച്ചനോടും അനന്തരവനോടും ഭാര്യയോടും ഭർത്താവിനോടും നാട്ടുകാരോടും ഒക്കെ പറയാൻ പോയി കൗൺസിലേഴ്സിനെ കാണാൻ നടക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. ഇത് കൗൺസിലേഴ്സിന്റെ അടുക്കൽ പോകുന്നത് നല്ലതാ, പക്ഷേ ഇത് എടുക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഗാർബേജസ്, ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ, പിശാച് നിന്റെ ചിന്തയ്ക്കകത്ത് കൊണ്ടിട്ട പല വേസ്റ്റുകളും എടുക്കാൻ വണ്ടിയായിട്ട് ആള് വന്നിട്ടുണ്ട്. മുഴുവൻ അങ്ങോട്ട് തട്ടിക്കോ. ഇന്നത് ഇട്ടിട്ടേ പോകാവൂ. ഇന്ന് അതുകൊണ്ട് പോകരുത്. ഈ ആലയത്തിൽ നിന്ന് ഈ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ നിനക്കൊന്ന് പറക്കാൻ കഴിയണം, നിനക്കൊന്ന് സന്തോഷിക്കാൻ കഴിയണം. നോക്കിയേ, ദിസ് വെരി ഇമ്പോർട്ടന്റ്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്തയും ആകുലതും അവന്റെ മേൽ ഇട്ടുകൊള്ളും. അവൻ കരുതുന്നവനാണ്. പറഞ്ഞ് ജഹോവ ജൈറ, എന്റെ ദൈവം കരുതുന്നവനാണ്. 8ാമത്തെ വാക്യം, നിർമ്മതരായിരിക്കുവീൻ, ഉണർന്നിരിക്കുവീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ സിംഹം അല്ല, പുള്ളി സിംഹമൊന്നുമല്ല. ഒറിജിനൽ സിംഹം ഇപ്പുറത്ത് നിപ്പുണ്ട്. ലയൺ ഓഫ് ജൂഡ. ലയൺ ഓഫ് ജൂഡ, യഹൂദ ഗോത്രത്തിലെ സിംഹം ഇപ്പുറത്ത് നിപ്പുണ്ട്. റിയൽ ലയൺ ഇപ്പുറത്ത് നിപ്പുണ്ട്. അവൻ സിംഹം എന്ന പോലെ അവൻ ഏത് റോളും എടുക്കും. സിംഹാകണേ സിംഹമാകും, പുലിയാകണേ പുലിയാകും, അമ്മായിയമ്മയാകണേ അമ്മായിയമ്മയാകും, മരുമോനാണേ മരുമോനാകും. ഒരു പ്രശ്നവും ഇല്ലാതിരിക്കും. പുള്ളി ഓട്ടോ വിളിച്ച് വീട്ടിൽ വരും. ആരും മിണ്ടുന്നില്ലല്ലോ. ഏത് റോളും പുള്ളി എടുക്കും, ആരെയും കയ്യിലെടുക്കും. അവന് സ്വാധീനമുള്ള ആരെയും അവൻ കയ്യിലെടുക്കും. ജീസസ്. അലറുന്ന സിംഹം എന്ന പോലെ വിഴുങ്ങേണ്ടതിന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. അതുകൊണ്ടാ പറഞ്ഞേ അലേർട്ടായിരിക്കണം. വിജിലന്റ് എന്നുള്ള പദം കണ്ടോ അവിടെ? ബി വിജിലന്റ്, ബി സോബർ ആൻഡ് ബി വിജിലന്റ്. അലേർട്ടായിരിക്കണം. എന്നെ നോക്കിയേ, ഈ ഒരിടത്ത് നടന്നൊരു സംഭവം ഒരു ദേവദാസൻ പറഞ്ഞ ഇങ്ങനെയാണ്. ഈ മലയോര പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ആ വീട്ടിലെ മോനാണ്, ഒരു മുട്ടയൊക്കെ വിട്ട് ജീവിക്കുന്നവരാ. എല്ലാ ദിവസവും ആ വീട്ടിലെ മോനാണ് കോഴിക്കൂട് അടയ്ക്കുന്നത്. കോഴി സന്ധിക്ക് കൂട്ടി കയറി കഴിയുമ്പം മോൻ വന്ന് കൂടടയ്ക്കും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അറിയാവുന്നവരുണ്ടോ? ന്യൂ ജനറേഷന് പലപ്പോഴും ഒരു പക്ഷെ അറിയത്തില്ല. പക്ഷെ അവർ നല്ലോണം മുട്ട തിന്നും. ഹല്ലേലൂയ. കോഴി കൂട്ടി കയറുമ്പം കൂടടയ്ക്കണം. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും നീ വേണം ആ കൂടടയ്ക്കാനായിട്ടെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ഇവൻ വൈകിട്ട് ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് കൂടടയ്ക്കാൻ മറന്നുപോയി. ഒരു ദിവസം എത്രയോ മാസങ്ങളായിട്ട്, എത്രയോ ആഴ്ചകളായിട്ട് ഈ പയ്യനാ കൂടടയ്ക്കുന്നേ. പക്ഷെ ഒരു ദിവസം കൂടടയ്ക്കാൻ മറന്നുപോയി. പിറ്റേ ദിവസം ഇവ ഉറങ്ങിക്കിടന്നപ്പം അമ്മ വന്ന് 2 അടിയും കൊടുത്ത് ഇവനെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ അറിഞ്ഞോ കോഴിയെ മൊത്തവും കുറുക്കം പിടിച്ചു, ഒരെണ്ണയില്ല, എല്ലാം പോയി. ചിലത് ചത്ത് കിടപ്പുണ്ട്, ചിലത് കൊണ്ടുപോയി. ഇവനങ്ങ് ചാടി എഴുന്നേറ്റ് വെപ്രാളം കൊണ്ട് എന്നിട്ട് ഇന്ന് കരയാൻ തുടങ്ങി. അമ്മേ, ഞാൻ 2-2.5 വർഷമായിട്ട് എല്ലാ ദിവസവും ഞാനല്ലേ അമ്മയെ കൂടടച്ചോണ്ടിരുന്നത്, ഇന്നലെ ഒരു ദിവസമല്ലേ ഞാൻ അടയ്ക്കായിരുന്നുള്ളൂ. അപ്പൊ ഈ അമ്മ ഇവനോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ നീ അറിഞ്ഞില്ല, എല്ലാ ദിവസവും കുറുക്കം വരുന്നുണ്ടായിരുന്നു, എല്ലാ ദിവസവും കുറുക്കം വരുന്നുണ്ടായിരുന്നു. ഒരവസരം എപ്പോഴെങ്കിലും കിട്ടുമോന്നറിയാൻ ഒരു ദിവസം ചാൻസ് കിട്ടി, അന്നങ്ങ് തീർത്തു. നിർമ്മതരായിരിപ്പീൻ, വിജിലന്റ് ആയിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് സിംഹമല്ല, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഓ ഹല്ലേലൂയ.
ലോകത്തിൽ നിങ്ങളുടെ സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുവീൻ. Come on church. ആ വിശ്വാസത്തിലൊന്ന് ഉറച്ചു നിന്നേ, എതിർത്ത് നിന്നേ, ഗിവ് അപ്പ് ചെയ്യാതിരുന്നേ, എതിർത്ത് നിന്നേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം 2 പത്രോസ് 2:9 പറയുന്നു, കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാൻ അറിയുന്നല്ലോ. Come on church. ഇതൊരു മേഖല, ഇതൊരു മേഖല. ഇനി മറ്റൊരു മേഖലയുണ്ട്. ദാറ്റ്സ് എ വിഷ് ക്രാഫ്റ്റ്. എനിക്കറിയത്തില്ല എങ്ങോട്ടാ കർത്താവ്. എനിക്ക് ഇന്നത്തെ മീറ്റിംഗ് ഒരു അസാധാരണമായ നിലയിൽ പോകുന്ന എൻ്റെ വിശ്വാസം. ഈ വിഷ് ക്രാഫ്റ്റ് ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നതെന്നറിയോ? ചിലരങ്ങ് പറയും വീട്ടിൽ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആഭിചാരം ചെയ്തു വെച്ചിട്ടുണ്ട്, ഏതാണ്ട് ബാസു എന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റും ഏതാണ്ട് ഉണ്ട്. പക്ഷെ ഇല്ലെന്ന് പറയരുത്, ഇല്ലെന്ന് പറയരുത്. ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ആഭിചാരകന്മാരും മന്ത്രവാദികളും വന്ന് ഇതെല്ലാം കൊണ്ട് കത്തിച്ച് രക്ഷിക്കപ്പെട്ടു. ഈ പെട്ടെന്ന് വായിച്ചവനെ സമയമില്ല, ഇതൊന്നും ഇന്നത്തെ വിഷയമല്ല, പക്ഷെ എന്തോ ഒരു സംഭവം നടക്കാനുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 22-ാം വാക്യം, 2 Kings chapter 9:22. ഒരു പക്ഷെ ഇവർ ശ്രദ്ധിച്ചിട്ട് പോലും കാണത്തില്ല ആ വാക്യമൊന്നും. 2 രാജാക്കന്മാർ 9:22. പെട്ടെന്ന് വായിക്കണം. യേഹൂവിനെ കണ്ടപ്പോൾ യോരാം, യേഹൂവേ സമാധാനമോ എന്ന് ചോദിച്ചു. യേഹൂവിനെ കണ്ടപ്പോൾ യോരാം ചോദിച്ചു, യേഹൂവേ സമാധാനമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പൊ യേഹൂ എന്ത് പറഞ്ഞു? അതിന് യേഹൂ, നിന്റെ അമ്മയായ ഇസബേലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം എന്ന് പറഞ്ഞു. ഇസബേൽ എനിക്കിട്ട് ആഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം. Come on church. Hallelujah. 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 Thank you Jesus. യേഹൂവേ സമാധാനമോ എന്ന് ചോദിച്ചു. നിന്റെ അമ്മയായ ഇസബേലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം എന്ന് പറഞ്ഞു. ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും ഒരു വ്യക്തിക്കെതിരെ കയറി വരുമ്പോൾ ഫസ്റ്റിലെ പോകുന്നത് അവരുടെ സ്വസ്ഥതയായിരിക്കും. പക്ഷേ ഇതിന്റെ ചരിത്രം ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് നിർത്തുവാണ്. ഈ യേഹൂവിനെ ഉൾമുറിക്കകത്ത് കൊണ്ടുപോയി ദൈവം അഭിഷേകം ചെയ്തു. യേഹൂവിനെ ഉൾമുറിക്കകത്ത് കൊണ്ടുപോയി അഭിഷേകം ചെയ്തു. ചരിത്രം താഴോട്ട് വായിക്കുമ്പോൾ യേഹൂ ശക്തനായി മാറി, യോദ്ധാവായി മാറി. സത്യം പറഞ്ഞാൽ ഇസബേലിന്റെ പേടി സ്വപ്നമായി മാറി. ഇന്ന് പകൽ ഈ ലോകത്തിലെ സകല ക്ഷുദ്രങ്ങളെയും ജയിക്കുന്ന ഒരു ശക്തി എത്ര പേർക്ക് അത് എടുക്കാൻ പറ്റുന്നുണ്ട്? സകല ആഭിചാരങ്ങളെയും സകല ക്ഷുദ്രങ്ങളെയും, നിന്റെ സമാധാനം കളയാൻ, നിന്റെ ബിസിനസ്സിനെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ ചെയ്യുന്ന സകലത്തെയും ജയിക്കുന്ന ഒരു പവർ. മക്കളെ, ആ പവർ നിന്റെ മേളിൽ ഇല്ലെങ്കിൽ പലതും നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നെന്ന് വരും. പക്ഷെ ഇന്ന് പകലൊന്ന് ആത്മാവിലൊന്ന് ആരാധിച്ചേ, ഒന്ന് ഏറ്റെടുത്തേ. ചിന്തകളോട് പോരാടുന്ന, ശരീരത്തോട് പോരാടുന്ന, ആത്മാവിനോട് പോരാടുന്ന, ഭവനത്തോട് പോരാടുന്ന സകല ശക്തികളെയും ഭയങ്ങളെയും, എല്ലാ ഭയങ്ങളും പൊട്ടട്ടെ, എല്ലാ ഭയങ്ങളും പൊട്ടട്ടെ, എല്ലാ ഭയങ്ങളും പൊട്ടട്ടെ. എല്ലാ ഫിയറുകളും, ഉറങ്ങാൻ കഴിയാത്ത ഭയങ്ങൾ പൊട്ടട്ടെ, മരിക്കുമോ എന്നുള്ള പേടി പൊട്ടട്ടെ. തലമുറകളെ ഓർത്തുള്ള ഭയം പൊട്ടട്ടെ. All the anxiety, I break it right now in Jesus' name. The spirit of panic attacks, I break it in the name of Jesus Christ. All the witchcraft, I break it in the name of Jesus Christ.
ഓ ഹല്ലേലൂയ. എന്തോ ഭയങ്കരമായിട്ട് ഒരു കാര്യമില്ലേലും നിന്നെ ആദി പിടിപ്പിക്കുന്ന സകല ശക്തികൾ ഓ ഒന്ന് കരമടിച്ചൊന്ന് ആരാധിച്ചേ. ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ, ആത്മാവിലും ശരീരത്തിലും ഫ്രീ ആകട്ടെ. ഓ റന്റേന ഹസൽ കാരമൻറ്റൂരിയാലക ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, കഴിഞ്ഞ 3 വർഷത്തോളമായി നീ കേട്ടോണ്ടിരുന്ന സകല വാഗ്ദത്തങ്ങളുടെയും ചുരുളുകൾ അഴിയുന്ന മാസമാണ് ഈ ഒക്ടോബർ മാസം. അത് കർത്താവ് അഴിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഒരു പുതിയ way, the month of favor, the soul winning, സഭയോടുള്ള ബന്ധത്തിൽ ഈ നവംബർ മാസത്തിൽ എറണാകുളം സഭയ്ക്കകത്ത് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ടാകും. ഒത്തിരി മിറക്കിൾ ടെസ്റ്റിമണികൾ പറയാനുണ്ടാകും. ഈ ലൈവിൽ കാണുന്ന പലർക്കും ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ടാകും. കൊടഞ്ഞു കളഞ്ഞേ, പിൻപിലുള്ളതിനെ മറന്നേ. മറക്കാൻ പറ്റുന്നില്ല പാസ്റ്റേ, മറക്കാൻ പറ്റുന്നില്ല ബ്രദറെ. പലത് റിവൈൻഡ് അടിച്ച് സിനിമ കാണുന്ന പോലെ മുന്നിലോട്ട് വരിക, ടി വി കാണുന്ന പോലെ കയറി വരിക. കർത്താവ് പറയുന്നു, എടുത്തേ, ഉള്ളത്തിൽ നിന്ന് എടുത്തേ. ആ രംഗങ്ങളെല്ലാം കർത്താവിനൊന്ന് കൈമാറിയേ. എന്നെ നോക്കി നിൽക്കാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിന്നെ ഭയപ്പെടുത്തുന്ന സകല സീനുകളും ദൈവത്തിന്റെ കയ്യിലോട്ട് കൊടുത്തേ. നിന്നെ ഭയപ്പെടുത്തുന്ന സകല സീനുകളും, നിന്നെ ഡസ്പാക്കുന്ന സകല വഴികളും കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. ഫ്രീ ആയേ, ഫ്രീ ആയേ. Not be anxious. Close your eyes and pray in tongues. Thank you precious Jesus. കർത്താവേ, എന്റെ ചിന്തകൾ എന്നോട് പറയുന്ന ഒരു കൂട്ടം ശരികളെ മാത്രം വിശ്വസിച്ച് ഞാൻ തീരാനല്ല. കർത്താവിന്റെ വചനങ്ങൾ എന്നോട് പറയുന്ന സത്യങ്ങളെ ഏറ്റെടുക്കാൻ എന്റെ ഉള്ളത്തെ ഞാൻ തുറക്കുകയാണ്. സത്യങ്ങളെ ഏറ്റെടുക്കുകയാണ്, സത്യങ്ങളെ ഏറ്റെടുക്കുകയാണ്. ആമേൻ. എന്റെ വീട്ടിൽ ഗതി വരത്തില്ലെന്ന് പിശാച് എന്റെ മനസ്സിൽ പറയുമ്പോൾ, എന്റെ വീട്ടിൽ പലരും വിശ്വാസത്തിൽ വരത്തില്ലെന്ന് പിശാച് പറയുമ്പോൾ, പലതിനെയും പിശാച് കൊണ്ടുപോകുമെന്ന് അവൻ വാദിക്കുമ്പോൾ, ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് കണ്ട മിശ്രയമിനെ നീ മേലാൽ കാണത്തില്ല. ഒരു കൊളമ്പ് പോലും ശേഷിക്കാതെ നിന്റെ ഭവനത്തെ ഞാൻ തൊട്ടിരിക്കും, നിന്റെ കുടുംബത്തെ ഞാൻ തൊട്ടിരിക്കും, നിന്റെ